ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. MG യൂണിവേഴ്സിറ്റി 2024-25 അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി, PG, BEd കോഴ്സുകളുടെ അഡ്മിഷൻ സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഉറപ്പെടുത്താനും. അപ്പോൾ ഒന്നാമതായിട്ട് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. ഇപ്പോൾ നിലവിൽ MG യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനത്തെ അലോട്ട്മെൻ്റ് ആയിട്ടുള്ള, അതായത് ഫൈനൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയാം. അതായത് നേരത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രിയുടെ ആദ്യത്തെ 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. അതിനുശേഷം സപ്ലിമെൻ്ററി 1, സപ്ലിമെൻ്ററി 2 കഴിഞ്ഞു. അതിനുശേഷം വിദ്യാർത്ഥികളുടെ ഒഴിവുകൾ വന്നതിനനുസരിച്ചുള്ള റാങ്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫേസ് 1, അതേപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ഫേസ് 2, അതായത് ഫൈനൽ അലോട്ട്മെൻറ്റ് എന്ന് പറയും. അതായത് MG യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും അവസാനത്തെ അലോട്ട്മെൻറ്റാണ്. ഈ പറയുന്ന ഫൈനൽ അലോട്ട്മെൻറ്റിനുള്ള രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഇന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ആരെങ്കിലും ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുക്കുവാനും, അതേപോലെ തന്നെ നേരത്തെ ഇതുവരെയും ഡിഗ്രി അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇന്ന് 7-ാം തീയതി വരെ അപേക്ഷ നൽകുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രൊസീജിയറും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വേക്കൻസിയുള്ള കോളേജിലേക്ക് അത് അടിസ്ഥാനമാക്കിയിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുക. അപ്പോൾ എന്തായാലും MG യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് ഏകദേശം ഓഗസ്റ്റ് 9-ാം തീയതിയോടുകൂടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാകും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അവസാനത്തെ അവസരമാണ് ഈ പറയുന്ന ഫൈനൽ അലോട്ട്മെൻറ്റ്, അതായത് ഫേസ് 2 റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ അപേക്ഷാ സമയം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ വിദ്യാർത്ഥികളുടെ ഫേസ് 2 അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾ അഡ്മിഷൻ ഉറപ്പാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് പോയിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഓഗസ്റ്റ് 9-ന് പൂർത്തിയാകുമെന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫേസ് 2 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത്, ഫൈനൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കൂടി വിദ്യാർത്ഥികളെ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമതായിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. നിലവിൽ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ വിദ്യാർത്ഥികളുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അതേപോലെ തന്നെ 2ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇനി അവസാനമായിട്ട് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നുള്ള, അതായത് ഫേസ് 1 റാങ്ക് അടിസ്ഥാനത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഫൈനൽ അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ സമയമാണ് ഇപ്പോൾ. അതായത് വിദ്യാർത്ഥികൾക്ക് ഫൈനൽ അലോട്ട്മെൻറ്റായിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ നിലവിൽ വിദ്യാർത്ഥികൾക്ക് നാളെ, അതായത് ഓഗസ്റ്റ് 8-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി ശ്രദ്ധിക്കുക, നിലവിൽ ആദ്യത്തെ അലോട്ട്മെൻറ്റ് പട്ടികകളിൽ ഉൾപ്പെടാത്തവരും, അതേപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം പ്രവേശനം എടുക്കാത്തവരും, ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും നിലവിൽ ഈ പറയുന്ന ഫേസ് 1, അത് ഫൈനൽ അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ഓൾറെഡി അപേക്ഷ കൊടുത്ത് വിദ്യാർത്ഥികൾ പലരും പല അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ട്. അതേപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം അഡ്മിഷൻ എടുക്കാതെ പുറത്ത് പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഇപ്പോൾ നിലവിൽ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഓപ്ഷൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഫൈനൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ പുതുതായിട്ട് ഇതുവരെ അപേക്ഷ കൊടുക്കാത്തവരുണ്ടെങ്കിൽ പുതുതായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഫീഷ്യൽ പേജിൽ ലഭ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഒഫീഷ്യൽ പേജിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ലിങ്ക് വഴി നിങ്ങൾക്ക് ക്യാപ്പ് ഫൈനൽ അലോട്ട്മെൻറ്റിന് ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ നിങ്ങൾക്ക് പുതുതായിട്ട് അപേക്ഷ കൊടുക്കുവാനും ഈ സമയത്ത് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സ്റ്റേജാണ് ഫൈനൽ അലോട്ട്മെൻറ്റ്. അപ്പോൾ ഫൈനൽ അലോട്ട്മെൻറ്റ് ശേഷം, അതായത് ഫൈനൽ അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ നാളെ കഴിഞ്ഞാൽ ഏകദേശം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഫൈനൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന് പരിശോധിക്കാം. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് വരും. ആ സമയത്ത് ഒന്നുകൂടി വിദ്യാർത്ഥികൾ നമ്മുടെ ചാനൽ അറിയിക്കും. അതേപോലെ ഫൈനൽ അലോട്ട്മെൻറ്റ് ശേഷം വീണ്ടും വേക്കൻസി വരികയാണെങ്കിൽ ഫേസ് 2 ഫൈനൽ അലോട്ട്മെൻറ്റ് കൂടി യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നിലവിൽ വിദ്യാർത്ഥികൾ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളൊക്കെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഓപ്ഷൻസ് മാറ്റി കൊടുക്കുക. ഓപ്ഷൻസ് മാറ്റാത്ത വിദ്യാർത്ഥികളെ ഈ ഫൈനൽ അലോട്ട്മെൻറ്റ് പരിഗണിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും നിലവിൽ ഇതുവരെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളും, ഇനി അതേപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ജസ്റ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻസ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫൈനൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഏത് കോളേജിന് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ആ കോളേജുകൾ നിർബന്ധമായിട്ട് പിന്നീട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഫൈനൽ അലോട്ട്മെൻറ്റ്, അതായത് ഫേസ് 1 ഒന്നാമത്തെ ഘട്ടമാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കുക. അതേപോലെ അപേക്ഷ ഈ പറയുന്ന അലോട്ട്മെൻറ്റ് ഉൾപ്പെടണമെങ്കിൽ നിർബന്ധമായും ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻസ് നിങ്ങൾ മാറ്റി കൊടുക്കണം. പുതിയ ഓപ്ഷൻസ് നിങ്ങൾ നിർബന്ധമായും കൊടുത്തിരിക്കണം. ഇക്കാര്യം പ്രത്യേകം PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നിങ്ങളെ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ അറിയിക്കുന്നതായിരിക്കും. ഇനി അവസാനമായിട്ട് BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് MG യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം.
നിലവിൽ MG യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും സീറ്റ് വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത കോളേജിലോട്ട് വേണ്ടിയിട്ട് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അപേക്ഷ ഡേറ്റ് നാളെ, അതായത് ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഉടൻ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട്, അതായത് cap.mg.ac.in എന്നുള്ള വെബ്സൈറ്റിൽ വന്ന് B.Ed ലിങ്ക് വഴി വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ലോഗിൻ വഴി വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ ഇതുവരെയും B.Ed അഡ്മിഷൻ അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികളിന്, അത്തരത്തിൽ വിദ്യാർത്ഥികൾക്കും രജിസ്ട്രേഷൻ വഴി നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു അവസരം പ്രത്യേകം ശ്രദ്ധിക്കുക. B.Ed അഡ്മിഷൻ ഇതുവരെ അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികളെയും ഈ പറയുന്ന സപ്ലിമെൻ്ററി ഒഴിവിലോട്ട് പരിഗണിക്കുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒട്ടുമിക്ക കോളേജിലും B.Ed അഡ്മിഷൻ ഏകദേശം സീറ്റ് ഫില്ലായിട്ടുണ്ട്. എന്നാലും ചില കോളേജിൽ 1, 2, 3 സീറ്റുകൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളൊക്കെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്തു. ഇതുവരെ നിലവിൽ B.Ed അഡ്മിഷൻ അപേക്ഷ കിട്ടാത്ത വിദ്യാർത്ഥികളും ഇനി ഓൾറെഡി B.Ed അഡ്മിഷൻ പല വിദ്യാർത്ഥികളും സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ, അതായത് താല്പര്യമില്ലാത്ത സെൽഫ് ഫിനാൻസ് കോളേജിലൊക്കെ അഡ്മിഷൻ എടുത്തവരുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ പറയുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിൽ മാത്രം നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്ത് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഓൾറെഡി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 1-ാം ഘട്ടം വന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾ കൊടുത്ത കോളേജിൽ കിട്ടിയാൽ നിർബന്ധമായിട്ട് നിങ്ങൾ ആ കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. അതുകൊണ്ട് താല്പര്യമുള്ള കോളേജിൽ മാത്രം നിലവിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ കൊടുക്കുക. ഇനി ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾ പരമാവധി നിങ്ങൾ വേക്കൻസിയുള്ള, ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് പരമാവധി വേക്കൻസിയുള്ള കോളേജുകളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് പരമാവധി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ കോളേജിൽ നിങ്ങൾ മാക്സിമം 2 മിനിറ്റിലാക്കി കൊടുത്ത് മാക്സിമം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. കാരണം എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുക എന്നാണ് നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഓപ്ഷൻസ് കൊടുത്തുകൊണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പങ്കെടുക്കുക. ഇനി അതേപോലെ പുതുതായിട്ട് അപേക്ഷ കൊടുക്കുന്നവരും പരമാവധി ഓപ്ഷൻസ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ നിലവിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള കോളേജിൽ മാത്രം നിങ്ങൾ കൊടുക്കുക. അപ്പോൾ അത്രയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ B.Ed അഡ്മിഷൻ MG യൂണിവേഴ്സിറ്റി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും വേക്കൻസി വരികയാണെങ്കിൽ മാത്രം അടുത്ത രണ്ടാമതൊരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കൂടി യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്നുണ്ടാകും. അതിനുശേഷം വീണ്ടും ഒഴിവുകൾ വരികയാണെങ്കിൽ phase 1 ഫൈനൽ അലോട്ട്മെൻറ്റ് കൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. എന്തായാലും ഓൾമോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ പോലെയല്ല B.Ed കോഴ്സ്. കാരണം വളരെ പരിമിതമായിട്ടുള്ള സീറ്റുകൾ മാത്രമായതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് കോളേജിൽ സീറ്റ് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളൊക്കെ നിങ്ങൾ ഈ രീതിയിൽ കൃത്യമായിട്ട് അപേക്ഷ കൊടുത്തിടുക. എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് B.Ed അഡ്മിഷൻ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിങ്ങൾ ഉദ്ദേശിച്ച കോളേജിൽ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇൻഫോം ചെയ്യും. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇടാം. ഇറ്റ്സ് മീ സവാദ് രചരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.